നമസ്കാരം. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ലംഘിച്ച് കഴിഞ്ഞ ദിവസം ഇറാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അദ്ലിന്റെ 2 പ്രധാന ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി കൃത്യമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തങ്ങൾ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന പാകിസ്ഥാന്റെ വെളിപ്പെടുത്തൽ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെ വ്യോമാതിർത്തി ലംഘിച്ച് തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ നിരവധി ആശയവിനിമയ മാർഗങ്ങൾ നിലവിലുണ്ടെങ്കിലും ഈ നിയമവിരുദ്ധ പ്രവൃത്തി നടന്നുവെന്നത് അതിലും ആശങ്കാജനകമാണ്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ അനന്തരഫലങ്ങളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഇറാനായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ 3 സ്ത്രീകളുടെ നില ഗുരുതരമാണ് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജെയ്ഷിന്റെ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കനത്ത ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് പാകിസ്ഥാന്റെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. മേഖലയെ പുതിയ സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിടാൻ കെൽപ്പുള്ള ആക്രമണത്തിന് ഇറാനെ പ്രേരിപ്പിച്ചത് എന്താണ്? 2012 സ്ഥാപിതമായ സുന്നി ഭീകര സംഘടനയാണ് ജെയ്ഷ് അൽ അദിൽ. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഈ സംഘടനകളുടെ പ്രവർത്തന മേഖല. 909 കിലോമീറ്ററാണ് പാകിസ്ഥാനുമായി ഇറാൻ ഈ മേഖലയിൽ അതിർത്തി പങ്കിടുന്നത്. വർഷങ്ങളായി പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഇവിടെ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഷെയ്ഖ് അൽ അദിൽ ആക്രമണങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നത്. ജുൻദല്ല എന്ന വിഘടനവാദ സംഘടനയുടെ നേതാവ് അബ്ദുൽ മാലിക് റിജിയെ ഇറാൻ കൊലപ്പെടുത്തിയതോടെയാണ് അൽ അദിൽ ഇറാനെതിരെ പ്രതികാര നടപടികൾ ആരംഭിക്കുന്നത്. ബലൂചി ഗോത്ര വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച സംഘടന ഇറാനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി. അമേരിക്കയും ഇസ്രയേലും സംഘടനകളുടെ പ്രഖ്യാപിത ശത്രുക്കളാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ 2013 അൽ അദിൽ നടത്തിയ ആക്രമണത്തിൽ 13 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ സിറിയൻ അധിനിവേശത്തിലുള്ള മറുപടിയാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു സംഘടനയുടെ വാദം. 2014 ഇറാൻ സൈനികരെ തട്ടിക്കൊണ്ടുപോയ അൽ അദീലിന്റെ നടപടി ഇറാനെ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള സൈനിക നീക്കത്തിന് പ്രേരിപ്പിച്ചിരുന്നു. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ മാസം ഇവർ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ 11 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഇതാണ് ഇറാന്റെ പെട്ടെന്നുള്ള നടപടിക്ക് കാരണമായത് എന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിൽ സുന്നി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവഗണനയ്ക്കെതിരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ട്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഭീകരവാദികളെ പാകിസ്ഥാൻ സംരക്ഷിക്കുകയാണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അതിർത്തി സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും വ്യാപാര ഊർജ സുരക്ഷാ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നുമുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.